ഹായ് ഹലോ, എൻ്റെ പേര് അഭിഷേക്. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് മെറ്റൽ ഗെയിം പ്ലേയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒന്നാമത്തെ എസ്കേപ്പ് ചെയ്തായിരുന്നു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ എസ്കേപ്പാണ് ചെയ്യേണ്ടത്. അപ്പം നേരെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ കാണാത്ത കൂട്ടുകാർ ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനായിട്ട്. അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോയേക്കാം. ഇപ്പോൾ ഒന്നാമത്തെ എസ്കേപ്പ് കാണാത്ത കൂട്ടുകാരൊക്കെ പോയി ഒന്നാമത്തെ നമുക്ക് കാണാം. നമുക്ക് രണ്ടാമത്തെയാണ് കളിക്കേണ്ടത്. ഇങ്ങനൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ റൂമിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു മുറിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഏണിയും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഒരു പെട്ടിയുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. പെട്ടിക്കകത്ത് ഒരു ഡോർ ഹാൻഡിലാണ്. ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഈ ക്ലോസറ്റിനകത്തൊക്കെ വല്ലതും കാണുമോ? ചിലപ്പോൾ അങ്ങനെയും ഇതൊക്കെ ഉണ്ട്. എന്തോ ഒരു സാധനം ഉണ്ടോ? എന്തിലേക്കിടെ നമുക്ക് തുറക്കാൻ പറ്റുമോ? ഇല്ല. അതേ മറ്റേ ഗെയിമിനകത്തെ പോലെ ഒരു പെട്ടി. അത് ലോക്ക്ഡാണ്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ അതെവിടെ നിന്ന് കിട്ടി? പെട്ടെന്നൊരു സാധനം കിട്ടി. ഇത് വെച്ച് തുറക്കാൻ പറ്റുമോ? യെസ്, തുറക്കാൻ പറ്റും. ഒരു ഇത് കിട്ടി, 5 പോലത്തെ സംഭവം. നമ്മൾ വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ രണ്ടാമത്തെ ഗെയിം പ്ലേയിലേക്ക് കിടക്കുകയാണ്. ഇവർ പറയുന്നത് പോലെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം. മെറ്റലിൻ്റെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോ സാധനം എടുത്താലും നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു വെക്കാം. ഒരു ബാത്റൂമാണെന്ന് തോന്നുന്നു. നമുക്ക് ബാത്റൂമിൽ അവിടെ വലിയ സെറ്റപ്പൊക്കെ ആണല്ലോ. ഇതന്നെ. ഇതിനൊരു കോഡ് വേണം. നമ്മൾ കോഡ് കണ്ടുപിടിക്കണം. വേറെ എന്തെങ്കിലും വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? ഇങ്ങനത്തെ കുറേ സാധനങ്ങളില്ല. ഓഫ് ചെയ്യാം. നമ്മൾ വേറെ ഒന്നും എടുത്തിട്ടില്ല. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. പുള്ളി വരട്ടെ. ഇതിനകത്ത് പുള്ളി എവിടെ നിന്നായിരിക്കും വരുന്നത്? എനിക്കൊന്ന് ആ വാതിലിനകത്തൂടെയാണെന്ന് തോന്നുന്നു വരുന്നത്. മിക്കവാറും അതായിരിക്കും. ആണോ? പുള്ളി വണ്ടി. അപ്പോൾ നമ്മുടെ പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി ആ റൂമിനകത്തോടെ കയറി പോകുന്നുണ്ട്. കയറി പോയി. പുള്ളി മറ്റേ ഡയലോഗൊന്നും കേട്ടില്ല. ഈ പെങ്കൊച്ച് എന്തോ പറഞ്ഞല്ലോ. നമ്പർ 453. മറ്റേ ലോക്കറിൻ്റെ കോഡായി. പുള്ളി സീനാണ്. പുള്ളി വിഷയമാണ്. ഒന്നുമില്ല, ഒരു കുഴപ്പം പോലുമില്ല. നമ്മളങ്ങനെ ഒന്നിനും ചാൻസ് കൊടുക്കാറില്ല. അത് തന്നെ എൻ്റെയൊക്കെ മൈൻഡ് ശരിയല്ല. ഓക്കെ, നമുക്ക് ലോക്ക് പോയി അടിച്ച് നോക്കാം. 453. അത് തന്നെ, 453 അടിച്ചു നോക്കാം. എവിടെ? 453 സെറ്റ്. പിന്നല്ല കില്ലാടി. അപ്പോൾ നമ്മൾ ലോക്കർ തുറന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്നെ കാണിക്കാനാണോ? കുറ്റിയിട്ടേക്കാം. ഡോർ ഹാൻഡിൽ ഇതെൻ്റെ കയ്യിലിപ്പുണ്ടല്ലോ. പിന്നല്ല. ഇവിടെ ബിയർ ട്രാപ്പൊക്കെ ഉണ്ട്. ഇതെന്താ? ഓവനാണ്. ഇവിടെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. ഒന്നും വർക്കാവത്തില്ല. ഓക്കെ, ടൂൾ ബോക്സ്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്താ ഒന്നും ഇല്ലാത്ത? ഒരു ബക്കറ്റ് കിട്ടി. ഒരു സാധനം ബക്കറ്റ്. നമുക്ക് ബക്കറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ എന്താ ടോർച്ചറിങ് ഒക്കെ വേണ്ടി ചെയ്യാൻ സാധനമല്ലേ അത്? ലോക്ക്. ഐസാണ്. നമ്മളിനി എന്താ ഇവിടെ ചെയ്യണ്ടേ? ഇത് വെച്ച് ഐസ് വല്ലതും കുത്തിപ്പൊട്ടിക്കാൻ പറ്റും. എൻ്റെ മോനെ, ഐക്യൂന്ന് വെച്ച് ഇതൊക്കെയാണ്. ഇത് മിക്കവാറും മറ്റേ ഓവലിനകത്ത് വെച്ച് മിക്കവാറും എന്താ പറയുക, മെൽറ്റ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് തന്നെ. യെസ്, ഓണാക്കാം. ഇതിനി ഓണാകുമ്പോൾ വല്ല സൗണ്ട് വല്ലതും കേൾക്കുമെന്നാ. കാരണം ഈ ഒരു ഇതിനകത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ്. ഇങ്ങനത്തെ ഓരോ സുനാപ്പിനുണ്ട് ഇതിനകത്ത്. നമുക്കെല്ലാം അടച്ച് പൂട്ടി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. ഒരു വിഷയമില്ലെന്ന് തോന്നുന്നു. ഞാൻ മറ്റേ എന്തോ ഒരു നീല സാധനമില്ല, അതിൻ്റെ വാതിലടച്ച ഇല്ല.
നശിപ്പിച്ച് നമ്മളെ പിടിച്ച് നമ്മളെ പിടിച്ചു. പുള്ളി വരുന്നു, നമ്മളെ പിടിക്കുന്നു, നമ്മൾ മരിക്കുന്നു. ഓക്കെ, പുള്ളി നമ്മളെ കൊല്ലാൻ വരും. പുള്ളി അവിടെ ഇപ്പം ഉണ്ടല്ലോ. ആടി ഇതാണ് പുള്ളി. അങ്ങോട്ടാണോ പോയത്? അതെന്തത്? ഓ, നമ്മളെ ഒരുമാതിരി വിഷവാതകം അടുപ്പിച്ചു. അതാണ് മണ്ടത്തരങ്ങളൊക്കെ ആക്കാൻ പറ്റും. അതിൽ ഇത്ര മണ്ടനാവോ അല്ലേ? അങ്ങനെ നമ്മൾ വീണ്ടും പുനർജനിച്ചിട്ട് നമുക്ക് ഏതാണ്ട് ഗ്യാസോ അതാണ് സാധനം അടിച്ച്. എന്നെ അടിയായിരുന്നു അടിച്ച്. ഓക്കെ, നമുക്കിനി വീണ്ടും ഇത് തുറക്കണം. ഓക്കെ, നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഈ സാധനമാണ് നമ്മളെ പെടുത്തിയത്. ഓക്കെ, ഇത് മിക്കവാറും ഇതിൻ്റെ താക്കോല. അത് തന്നെ. എനിക്ക് ഒരു എത്താണ് ഭയങ്കര ബുദ്ധിയുണ്ട്. അതിനെ മണ്ടത്തരം കാണിക്കും. ഇവിടെ എന്തോ സാധനമുണ്ട്. കീ കിട്ടി. ഓക്കെ, ഇതിൻ്റെ കീ ആയിരുന്നു. ഫ്യൂസിൻ്റെ എന്താ സംഭവം? അത് തന്നെ, ഫ്യൂസാണ്. നമുക്ക് ഇനി ഇവിടെ അതെ ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ. ഈ സാധനം വെച്ചിട്ടാണ് നമ്മളെ പുകയടിപ്പിച്ചത്. ഇത് മറ്റേ കഴിഞ്ഞ അതുണ്ട്. ഇതുപോലെയുള്ള കലണ്ടറിൻ്റെ പുറകിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. അതാണ് ഈ കത്രികയും കൊണ്ട് ഇനി എന്നാ പരിപാടി? കത്രിക ഇനി അവിടെ ഈ വാതിലിനകത്ത് ഇവിടെ കയറി അത് തന്നെ കയറി കെട്ടി നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇതെന്തോ ഇലക്ട്രിസിറ്റിയുടെ ആണ്. ഇതിനെ വെള്ളം ചീറ്റുന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്ലെയർ എന്ന സംഭവമുണ്ട്. അത് നമുക്ക് എടുക്കണം. അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റരുത്, ഈ വെള്ളം കാരണം. വെള്ളത്തിൻ്റെ അത് കുനിഞ്ഞു പോയാൽ പോരെ? അതൊന്നും പറ്റത്തില്ലായി. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാതിലടച്ചേക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തവും ഇല്ല. അതാണ്, ഇനി ഒരു പിടുത്തവും ഇല്ല. ഇനി എന്ത് ചെയ്യും? ഞാൻ നോക്കട്ടെ. ഇത് കണ്ടോ ഗൈസ്? ഇതുണ്ട്, ഈ പൈപ്പിനകത്ത് നമുക്ക് വെള്ളം കിട്ടും. നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് ഇത് നേരെ കൊണ്ടുപോയി അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നേരെ കൊണ്ടുപോയി നമ്മൾ അപ്പുറത്തൊരു അടിയിലൊരു സാധനം കണ്ടല്ലോ, അതിനകത്ത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും. ഇതിനകത്ത് 2 സാധനമൊക്കെ ഉണ്ട്. നമുക്ക് ഇതുണ്ടോ, വെള്ളം ഇതിനകത്ത് ഒഴിക്കാൻ പറ്റും. എന്തോ ഒരു ഇത് കിട്ടി. ഇത് തിരിക്കാൻ പറ്റും? തിരിക്കാൻ പറ്റും? ഇല്ല. ഇത് മറ്റേ മിക്കവാറും എന്തോ എടുക്കാനുള്ളതാണ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇവിടെ ഇല്ല. പുള്ളി വെളിയിൽ പോയിക്കുന്നുണ്ടോ? പുള്ളിയുടെ മുറിയൊക്കെ തുറന്ന് കിടക്കുക അല്ലേ? പുള്ളി വെളിയിൽ പോയിക്കുക. അത് തന്നെ പരിപാടി. പുള്ളിക്കൊരു ഉത്തരവാദിത്വമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ മുറിക്കകത്ത് കയറാൻ പറ്റി. ഇതുണ്ട്, ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇതുണ്ടോ, ഇതിനകത്തൊന്നും നമുക്ക് ഇത് കിട്ടും. പിന്നെ ഇവിടെ ഒരു പാസ്സൊക്കെ വേണം. പിന്നെ അത്രേ ഉള്ളൂ ഈ മുറി, വേറെ ഒന്നുമില്ല. വേറെ സാധനങ്ങളൊന്നുമില്ല. പുള്ളിയുടെ മുറി അതാണ്. നമുക്കിനി ഇത് പോയിട്ട് ഇത് മിക്കവാറും തിരിക്കുക. അപ്പുറത്തെ അവിടുത്തെ വെള്ളം ഓഫ് ആവുമായിരിക്കും. തിരിക്കുക, അടയ്ക്കുക, ഡോർ അടയ്ക്കണം. വേണ്ട, പിന്നെ അടയ്ക്കാം. വേണ്ട, ഈ ഇവിടുത്തെ കണ്ടോ വെള്ളം ഓഫ് ആയി. ഇനി ഇതിന് കറണ്ട് കൊടുക്കണം. അവിടെ 24 വാൾട്ട് കൊടുക്കണം. ഇപ്പം 24 ഇതിനകത്തു നിന്നാണ് കൊടുക്കേണ്ടത്. ഇതിനകത്തുനിന്ന് ഇപ്പം എങ്ങനെയാണ്? നോ പവർ. ഇതെന്താ മേളിൽ സംഭവമുണ്ട്? നമ്മൾ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഒന്നും നോക്കട്ടെ. അയ്യോ, ഞാൻ അവിടുത്തെ കഥ അടച്ചില്ല. ഇത് പുള്ളി തുറന്നിട്ടില്ലായിരുന്നു. നമ്മൾ നേരെ അടയ്ക്കുക, കയറി അടയ്ക്കുക, ഇരിക്കുക. ഇത്രയുള്ളൂ. ഇനി ഇവിടെ പുള്ളി വരണം. പുള്ളി എവിടെ? വേറെ പറഞ്ഞാലും നമുക്ക് ഇനി ഗ്രാനിയൊക്കെ കളിക്കണം. നമുക്കിനി ഗ്രാനിയും അതുപോലുള്ള കുറേ ഗെയിമുകളൊക്കെ നമുക്ക് എല്ലാം കളിക്കാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രം നമുക്ക് വേണ്ടി. നമുക്ക് ചെറിയൊരു സപ്പോർട്ട് മാത്രം മതി.
പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടി. ഓക്കെ, പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. ഇത്ര ഡയലോഗൊക്കെ കഴിഞ്ഞ് കയറിപ്പോവാണ് പുള്ളി. ഓക്കെ, പുള്ളിയുടെ മുറിയിലോട്ടാണല്ലോ പോയേ. അപ്പം നമുക്കിനി പുള്ളിയുടെ മുറി കയറാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, നമുക്കിനി നേരെ പോയി മറ്റേ ഫ്യൂസ് വെക്കുന്ന സ്ഥലമില്ലേ, അവിടെ പോയി ഇനി ഫ്യൂസ് വെക്കാം. ഓക്കെ, ഇതിനകത്താണ് ഫ്യൂസ് വെക്കുന്നത്. വെച്ചിട്ടുണ്ട്. അടച്ച് ഇനി അപ്പുറത്ത് നമുക്ക് പവർ വരുമായിരിക്കും. പവർ വരട്ടെ കണ്ടോ. ഈ സാധനമൊക്കെ താഴോട്ട് വേണം. അപ്പോൾ ഇതിനകത്ത് ഇനി 24 വാൾട്ട് കൊടുക്കണം. 24 വാൾട്ട്. എൻ്റെ മാത്സ് ടീച്ചർ എങ്ങനെ വീക്കാണോ? എൻ്റെ മാത്സ് എങ്ങനെ വീക്കാണോ നോക്കട്ടെ. ഇതില്ലേ ഇപ്പോൾ 24 ഇതാണോ? അതിൽ ഇവിടെ പോയി നോക്കിയാൽ മതി. അല്ല മറ്റേത് തന്നെ. ഓക്കെ, ഇതായിരിക്കും. പിന്നെ മാത്സിനൊക്കെ ഞാൻ കിങ്ങ. എൻ്റെ തന്നെ പുള്ളി വരുന്നുണ്ട്, അത് വേറെ കാര്യം. എൻ്റെ ട്രാഫിക് ഓഫ് നമുക്ക് അടച്ച് കൂട്ടി വെച്ചേക്കാം. പുള്ളി വരട്ടെ. പുള്ളിക്ക് ഇത്ര സമയമാവുള്ളൂ. ഭയങ്കര ലാഗ. അല്ല, അത് നല്ലതാണ്. നമുക്ക് ഒളിക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ കിട്ടും. വളരെ നല്ലൊരു കാര്യമാണ്. ഞാനതിൽ പരാതി പറയുന്നത്, ഗെയിമുകാർ നമ്മളെ പരമാവധി സഹായിക്കാൻ നോക്കുമ്പോൾ ഞാനത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, പുള്ളി എന്തെങ്കിലും കയറി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് തുറന്ന് അവിടെ പോയി അവിടെ എന്തോ പ്ലെയറോ എന്നൊരു സാധനമുണ്ട്. ഇത് മറ്റേ നമ്മുടെ ഫസ്റ്റ് എസ്കേപ്പിനുള്ള അതേ സാധനമല്ലായിരുന്നോ? നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ? അത് നോക്കണമല്ലോ. ഓക്കെ, ഇത് വെള്ളമാണോ? ഓനോ. അപ്പം മണ്ടത്തരങ്ങൾ നമ്മൾ കുറച്ച് ഐക്യമൊക്കെ ഉപയോഗിച്ചതാണ്. അന്നേരം കുറച്ച് ഐക്യം കൂടിപ്പോയി. അതിൻ്റെ വിഷയമാണ്. നിങ്ങൾക്ക് എൻ്റെ അമ്മ ഇനി എന്നെ ചെയ്യുന്നുണ്ടോ? വേറെ എന്തിയാൻ കളിക്കുക. ഇതുണ്ട്, മുമ്പേ നമ്മളെ പിടിച്ച സമയത്ത് പുള്ളി ഇങ്ങനെ ഇറങ്ങിപ്പോകും. നമ്മൾ കണ്ടില്ല, അതുണ്ട്. ഇങ്ങനെയാണ് പുള്ളി പോകുന്നത്. പുള്ളി ഏതാണ്ട് സാധനമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ. അപ്പോൾ ഞാൻ മുമ്പേ കളിച്ചത്ര ഒന്ന് വരെ ആവട്ടെ. ഓക്കെ, നമ്മൾ ഇവിടം വരെ ആയിട്ടുണ്ട്. നമ്മൾ മുമ്പേ രക്ഷപ്പെടാൻ നോക്കിയ സ്ഥലം ആയിട്ടുണ്ട്. ഇത് കറക്കി തിരിച്ചിറങ്ങി വരിക. അത് വെള്ളത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അടിയിൽ വെള്ളമാണ്. മുമ്പ് എനിക്ക് തോന്നിയില്ല, അപ്പം എനിക്ക് മനസ്സിലായി. ഓക്കെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടോ? ഇതൊരു ടൈപ്പ് ഇങ്കാണ്. ഇതിൻ്റെ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇത് കണ്ടോണേ. ഇത് മാജിക് ഇങ്കാണ്. അതായത് എന്താ പറയുക, അത് നമുക്ക് കാണാൻ പറ്റാത്ത സാധനത്തിന് ഇതൊക്കെ കാണിച്ചു തരും. ഇൻവിസിബിളായുള്ള സാധനം. ഇതിവിടെ ഒരു പേപ്പറുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് വെച്ചാൽ കേട്ടോ 8410. ഇത് മറ്റേ ലോക്കറുടെ കോഡാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. 8410. ഇനി നമുക്ക് തുറന്ന് പുള്ളീനെ വിളിക്കാം. പുള്ളീനെ വിളിച്ച് ഇത് നമ്മൾ രക്ഷപ്പെടാറായിട്ടുണ്ട്. ഏകദേശം അല്ല, രക്ഷപ്പെടാറായി. കോഡ് നമ്മൾ 8410 അത് തന്നെ. 8410. പുള്ളി കണ്ടോ? അവർ പറയുന്നുണ്ട് അതിനകത്ത് കയറുമ്പോൾ പുള്ളീനെ നമ്മൾ പുറകിലൂടെ പോയിട്ട് കുറ്റി ഇടണം. അതാണ് പരിപാടി. അങ്ങനെ കുറ്റി ഇടുമ്പോൾ നമുക്ക് മറ്റേ ലോക്കറിൻ്റെ കോഡടിച്ച് എന്തെങ്കിലും അവിടെ നിന്ന് സാധനം കിട്ടും. മറ്റേ അപ്പുറത്തെ ഡോറ് തുറക്കാൻ കീ കാർഡ് വേണം. എനിക്കറിയാം കീ കാർഡ് കിട്ടും. ആണോ, പുള്ളി പോകുന്നുണ്ട്. യെസ്, നമുക്കിനി പോയി ഡോറടയ്ക്കാം. അടിച്ചു, ലോക്കിട്. പെട്ടെന്ന് ഇനി നമുക്കെല്ലാം പടപടാന്ന് വേണം. ഇപ്പോൾ പുള്ളി അവിടെ കിടന്ന് അടിച്ചു പോയിരുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ടേക്ക് കീ കാർഡ്. ഇത് നമുക്ക് ഡോറിനെ അവിടെ കൊണ്ട് തുറക്കടാ. അങ്ങോട്ട് തുറക്ക്. എൻ്റെ പനി ഇടി കയറി. എൻ്റെ പുള്ളി തുറന്നു വരും. തുറന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എസ്കേപ്പും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസ് കാണാനായി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ, ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ.